ഈ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത് എന്താ മക്കളെ, നമ്മൾ ചെയ്ത DP ഏതാണ് 13 സിമിലർ ആയിട്ട് 2009 ഡിസംബറിൽ 5 മാർക്കിന് നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. നോക്കാം. പറയും മെറ്റീരിയൽ യൂസ്ഡ് എത്രയാണ്? 54,000. ഓക്കെ അല്ലേ? ഇത് ഫോളോവിങ് ഏത് മാസത്തെയാണ് പറഞ്ഞത്? മാർച്ച് 2007. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വർഷമാണെന്നൊന്നുമില്ല, ഓരോ മാസം കൂടുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? അബ്സോർപ്ഷൻ റേറ്റ് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. മനസ്സിലായ? അപ്പൊ ഇത് മാർച്ച് കഴിഞ്ഞപ്പോൾ എത്രയുടെ മെറ്റീരിയൽ പല സ്ഥലങ്ങളിലായിട്ട്. ഇപ്പൊ ഇത് വേറെ എക്സാമ്പിൾ എടുത്താൽ ഇന്റർലോക്ക് ചെയ്യുന്ന സ്ഥാപനം എന്ന് വിചാരിക്കാം. അവർക്ക് കഴിഞ്ഞ മാസം പല സ്ഥലത്തും എത്ര രൂപയോളം വർക്ക് ചെയ്തു? മെറ്റീരിയൽ 54,000. എത്ര രൂപയുടെ ലേബർ പണിതു? 45,000. എത്ര രൂപ ഓവർഹെഡ് വന്നു? 34,000. എത്ര മണിക്കൂർ പണിക്കാർ വർക്ക് ചെയ്തു? 36,000. മെഷീൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? 30,000. ഇന്റർലോക്കിന്റെ മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വൈബ്രേറ്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ട്, പിന്നെ ആദ്യം ഓപ്പാക്കാനുള്ള മെഷീൻ ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള മെഷീൻ അധികം ഇല്ലെങ്കിലും 1-2 മെഷീൻ ഉണ്ട്. അത്രേ ഉള്ളൂ. Then for an order executed by department during the particular period, നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അത് പിന്നെ ഏത് മാസമാവും? മോളത്തെ മാർച്ച് ആണെങ്കിൽ ഏപ്രിൽ ആയിരിക്കും. അപ്പോൾ ഇത് ഏത് മാസത്തെ? ഏപ്രിൽ. ഇതൊന്നും അവിടെ എഴുതി വെക്കരുത്. അപ്പോൾ പിന്നീട് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവുണ്ട്, എഴുതി വെക്കരുത്. മെറ്റീരിയൽ യൂസ്ഡ് എത്ര രൂപ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്? 6 ലക്ഷം. ലേബർ എത്ര യൂസ് ചെയ്തിട്ടുണ്ട്? 3,20,000. ലേബർ ഹവേഴ്സ് ഉണ്ട്, മെഷീൻ ഹവേഴ്സ് ഉണ്ട്. കാൽക്കുലേറ്റ്. ഇവിടെ ചോദിച്ചുള്ളത് ഏത് മാത്രമാണ്? ഓവർഹെഡ് ചാർജബിൾ ടു ദ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ജോബ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കണ്ട് സെറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചോ പ്ലീസ്. ഇതാ പർട്ടിക്കുലേഴ്സ് ആരൊക്കെ ഉള്ളത്, ഏതൊക്കെ ബേസാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്? ഒരു 3 ബേസാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് റേറ്റ്, ലേബർ ഹവർ റേറ്റ്, മെഷീൻ ഹവർ റേറ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് റേറ്റിന്റെ ഇക്വേഷൻ എന്താ? ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻറ്റു 100. മറ്റ് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ ഹവേഴ്സ്, മറ്റ് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ്. 3 ഉള്ളൂ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇതൊക്കെ അബ്സോർപ്ഷൻ ബേസുകളാണ്. ഒന്നേതാ? ഡയറക്റ്റ് മെറ്റീരിയൽ, മെഷീൻ ലേബർ ഹവറിലെ 2, പിന്നീട് ഇത് മെഷീൻ ഹവർ. ഡയറക്റ്റ് മെറ്റീരിയൽ ഞാൻ പറഞ്ഞു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ. പിന്നെ ഏതാ? ഡയറക്റ്റ് ലേബർ. എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ എന്നുള്ളത്? 6 ലക്ഷം, 6 ലക്ഷം, 6 ലക്ഷം. പിന്നെ 3.2 lakh, 3.2 lakh, 3.2 lakh. അങ്ങനെ എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. 6 3 9 9.2 lakh, 9.2 lakh, 9.2 lakh. സിമ്പിൾ. ഓക്കെ. ദെൻ ആഡ് ഏതാണ്? ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ അബ്സോർപ്ഷൻ റേറ്റുകൾ കാണും വേണ്ടേ? ഫസ്റ്റ് വൺ ഏതാണ്? വർക്കിംഗ് നോട്ട് നമ്പർ 1 ആയിട്ട്, അല്ലെങ്കിൽ വർക്കിംഗ് നോട്ട് നമ്പർ അതിൽ 1 ഫസ്റ്റ് പോയിന്റ്. വർക്കിംഗ് നോട്ടിൽ ഫസ്റ്റ് ഏതാണ് കണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയൽ. ഏത് ബേസിലാണ് നിങ്ങൾ എഴുതി വെക്കുക? നേരത്തെ ടേബിൾ പോലെ ചെയ്യുന്നത് നന്നാവും. ഇവിടെ സ്ഥലം പ്രശ്നമുള്ളതാണ് ചെയ്യുന്നത്. ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഏതാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻറ്റു 100. ഫാക്ടറി ഓവർഹെഡ് എത്രയും മുന്നത്തെ? 36,000 ഡിവൈഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര? 54,000 ഇൻറ്റു 100 66.67 ആയിക്കൂടെ? ഓക്കെ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇതെന്താ മീൻ ചെയ്യുന്നത് മകളെ? മാത്തമാറ്റിക്കലി ഇത് വളരെ ബേസാണ്. നോക്കൂ, ഡയറക്റ്റ് മെറ്റീരിയലിന്റെ 66.67% ഏത്? ഫാക്ടറി ഓവർഹെഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ 54,000ന്റെ 66.67 ചെയ്താൽ എത്ര കിട്ടും? 36,000 കിട്ടും. ഓക്കെ അല്ലേ? യെസ്. അതിന്റെ മീനിങ് എന്താ? എത്ര രൂപ മെറ്റീരിയൽ ഉപയോഗിച്ചോ അതിന്റെ 66.67 എന്തായിരിക്കും? ഫാക്ടറി ഓവർഹെഡ് ആയിരിക്കും. നമ്മൾ ഈ വർക്കിന് വേണ്ടി എത്ര രൂപ മെറ്റീരിയൽ ഉപയോഗിച്ചു? 6 ലക്ഷം. എടത് സത്യത്തിൽ ഇതിനൊരു ഇക്വേഷൻ ഒന്നും ആവശ്യമില്ല, ഇതൊരു കോമൺ സെൻസ് ആണ്. കഴിഞ്ഞ കൊല്ലം 36,000 രൂപ ഓവർഹെഡ് വന്നു. അപ്പൊ എത്ര രൂപ മെറ്റീരിയൽ ഉപയോഗിച്ചു? 54,000. ഇക്കൊല്ലം 6 ലക്ഷം ആയാലും കഴിഞ്ഞ കൊല്ലത്തെ അതേ 36,000 തന്നെ വരോടാ? ഇല്ല. ഓക്കെ അല്ലേ? ഇതിന് പ്രപ്പോർഷനേറ്റ്ലി കാണാൻ വേറെ പരിപാടി ഉണ്ട്. 36,000 ഡിവൈഡ് ബൈ 54,000 ഇൻറ്റു 6 ലക്ഷം എത്ര വരും? 36,000 ഡിവൈഡ് ബൈ 54,000 ഇൻറ്റു 6 ലക്ഷം. പറയൂ. 4 ലക്ഷത്തിയാണ്. 4 ലക്ഷം. ഓക്കെ അല്ലേ? ഇനി ഒരു പണി,
6 ലക്ഷത്തിന്റെ ഈ സാധനം കണ്ട 66.67%. 6 ലക്ഷത്തിന്റെ 4,20,000. അങ്ങനെ പറയണ്ട നിങ്ങള്. അതെന്താ വെച്ചാൽ റൗണ്ട് ചെയ്തില്ല പ്രശ്നം. അപ്പൊ സത്യത്തിൽ ഇങ്ങനെ പെർസെന്റേജ് കാണുമല്ലോ. മറ്റു കോമൺ സെൻസ് അല്ലേ, മനസ്സിലായ നിങ്ങൾക്ക്? അതെ. അങ്ങനെ അപ്പൊ എക്സാമിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓൾറെഡി ഒരു റേറ്റ് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. ഇനി ഏത് വർക്ക് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും, മെറ്റീരിയലിന്റെ എത്ര ശതമാനം എടുക്കും? 66.67% എടുക്കും. ഓക്കെ അല്ലേ? യെസ്. ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാൻ ഇനി വേറെ കോസ്റ്റുകളൊന്നും ഇല്ല. അപ്പൊ ഏതാണ് ടോട്ടൽ കോസ്റ്റ്? എത്ര വരും? 13,20,000. തൊട്ടപ്പുറത്ത് ഏതാണ്? അടുത്ത നമ്പർ 2 ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? ഡയറക്റ്റ് ലേബർ അല്ലേ? അല്ല ലേബർ ഹവർ. സോറി ലേബർ ഹവർ ഇൻറ്റു ചെയ്യണ്ട. ഓക്കെ. ഓവറുടെ എത്രയാ? 36,000 ഡിവൈഡഡ് ബൈ ലേബർ ഹവർ എത്രയാ? 36,000 തന്നെ. അപ്പോൾ ഒരു മണിക്കൂറിന് എത്ര രൂപ എന്ന് മനസ്സിലായി? 1 rupees 1 per ലേബർ ഹവർ. ലേബർ ഹവറും മെഷീൻ ഹവറും ഉണ്ടെങ്കിൽ വെറും ഹവർ എന്നുള്ള എഴുതണം, പ്രത്യേകം എഴുതണം. അങ്ങനെ തന്നെ ശീലിച്ചോ. ഇവിടെ എത്ര മണിക്കൂറാണ് ഈ വർക്കിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്? ലേബർ ഹവർ വർക്കിഡ് 3,200. ഇത് റുപ്പീസ് അല്ല കേട്ടോ, മാറ്റിക്കോ. റുപ്പീസാണ് ഇട്ടിട്ട്. അപ്പൊ എങ്ങനെ? 3,200 ഇൻറ്റു എത്രടാ? 1. എത്ര വരും? 3,200. രസമല്ലോ അല്ലേ? പരസ്പര വൈരുദ്ധ്യം പോലെ തോന്നുന്നു. അത്ര മനസ്സിലായ? ഇത് വ്യത്യാസം ഉണ്ടില്ലെങ്കിൽ ഇവിടെ 4 ലക്ഷം കൊണ്ട് എത്ര? 3,200,000. 3,200. അങ്ങനെ വരില്ല. പ്രാക്ടിക്കലി അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. എന്താ ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റ് ചെയ്ത ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇത് കറക്റ്റ്, ഇത് പ്രകാരം. അപ്പൊ ടോട്ടൽ ചെയ്ത് എത്ര വരും? 9,23,200. ദെൻ അടുത്തത് മൂന്നാമത്തത് ഏതാ? മിഷൻ ഹവർ. എങ്ങനെ? അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ മിഷൻ ഹവർ 36,000 ഡിവൈഡഡ് ബൈ 30,000 1.2 റുപ്പീസ് 1.2 പെർ മിഷൻ. പിന്നെ ആരെ ഈ ഹവർ എന്ന് പറഞ്ഞു? മിഷൻ ഹവർ. ഏതാ? മിഷൻ ഹവർ. ഇവിടെ എത്ര മിഷൻ ഹവർ ഉള്ളത്? 2,400 ആണ്. റുപ്പീസൊക്കെ തെറ്റിയതാണ് കേട്ടോ. 2,400. കുറച്ചൊക്കെ കോമൺ സെൻസ് അപ്ലൈ ചെയ്യും. ഇൻറ്റു എത്രയാ? 1.20. എത്ര വരും? 2,580. ടോട്ടൽ ചെയ്താൽ 9,28,2. ഓക്കെ. ഞാൻ പറയട്ടെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ ആവശ്യപ്പെട്ടിട്ടുള്ളൂ? ഇതാ ഈ സാധനം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ ഇല്ല. പക്ഷെ ഇങ്ങനത്തെ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ എവിടെ ഉണ്ട്? ജോബ് കോസ്റ്റിങ്ങിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇവരിപ്പോൾ അവർ അബ്സോർപ്ഷൻ മാത്രം പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാവും പറയും. ചെയ്തു വൃത്തി.